അനുമോളുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ ആദിലയും നൂറയും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇത്രയും വലിയൊരു മഹാനടൻ, നമ്മുടെ ഇന്ത്യ കണ്ട വലിയൊരു മഹാനടൻ വന്ന് അദ്ദേഹവും നമ്മുടെ ബിഗ് ബോസിൻ്റെ ടീമോ കാണാത്തൊരു കാര്യം എങ്ങനെ അനുമോൾ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് തന്നെയാണ് വീണ്ടും അനുമോൾ പറയുന്നത്. അനുമോൾക്ക് ലാലേട്ടനോടോ ബിഗ് ബോസിനോടോ ഒന്നും റെസ്പെക്റ്റ് ഇല്ല. ഇതെല്ലാം അനുമോളുടെ വെറും നാടകമാണ്, ഡ്രാമയാണെന്ന് വ്യക്തമായി പറയുകയാണ് ആദിലയും നൂറയും. അത് പൂർണ്ണമായി സത്യമായ കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ലാലേട്ടൻ അനുമോളിനോട് വഴക്ക് പറഞ്ഞ ശേഷം അനുമോൾ ലാലേട്ടനോട് പോലൊരു പുച്ഛമാണ്. ലാലേട്ടനെ ഫേസിൽ പോലും നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക, കുഞ്ഞിരിക്കുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ലാലേട്ടൻ സൺഡേ എപ്പിസോഡിൽ പല പ്രാവശ്യം അനുമോളെ വിളിച്ച് ചോദിക്കുന്നു, എന്താ അനുമോളെ ഉറങ്ങുവാണോ, എന്താ അനുമോളെ നോക്കാത്തത്, അങ്ങനെ പല രീതിയിൽ ചോദിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിനകത്തേക്ക് ലാലേട്ടൻ വന്നപ്പോൾ അനുമോൾ മാത്രമാണ് ലാലേട്ടനെ റിസീവ് ചെയ്യാൻ വന്ന് നിൽക്കുന്നത്. അനുമോൾ വീട്ടിനകത്തിരിക്കുവായിരുന്നു. വീട്ടിനകത്തേക്ക് വന്ന് ലാലേട്ടനെ ചെന്ന് കാണാനോ സംസാരിക്കാനോ നിന്നില്ല, മാറി നിൽക്കുമായിരുന്നു. ആ ഒരു കോയിൻ കൊടുത്ത സമയത്തും അനുമോൾ മാറി നിൽക്കുമായിരുന്നു. മധുരം കൊടുത്തപ്പോഴും അനുമോൾ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അതായത് അനുമോൾ തെറ്റുകൾ വിളിച്ച് പറയുന്ന ആരാണെങ്കിലും, അത് എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിൽ പോലും അനുമോൾക്ക് പുച്ഛമാണ്. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും ഞാൻ പറഞ്ഞത് മാറ്റി പറയില്ല എന്ന് പറഞ്ഞ ആളാണ് അനുമോൾ. അപ്പോൾ അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. മാത്രമല്ല നൂറ പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഗ് ബോസോ ടീമോ ആരും കാണാത്ത കാര്യം എങ്ങനെ അനുമോൾ കണ്ടു, അനുമോൾക്ക് എന്താ തൃക്കണ്ണുണ്ടോ ഇതൊക്കെ കാണാൻ എന്ന രീതിയിലാണ് നമ്മുടെ നൂറ ചോദിക്കുന്നത്. സത്യമല്ലേ? ഇത് നൂറ മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാവരും, എന്തിന് വൈൽഡ് കാർഡായിട്ട് വന്നവർക്ക് പോലും ഇപ്പോൾ സംശയമാണ്, ഞങ്ങൾ കണ്ടത് വേറെ ആയ കാര്യമാണോ. കാര്യം അവർ കണ്ട എന്താണ്, ഇവർ വരുമ്പോൾ പുതച്ചു മൂടി കിടക്കുന്നു രണ്ടുപേര്, അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞ അനുമോളുടെ PR-കളാണ് ക്രിയേറ്റ് ചെയ്ത് വിട്ടത്. പിന്നീട് രാജപ്പന്മാരും കുറേ അന്തം ഫാൻസുകാരും കുറേ യൂട്യൂബർമാരും എല്ലാം എടുത്തിട്ടാണ് ഇത് ഈ ഒരു രീതിയിൽ കൊണ്ടുപോയത്. അതായത് പലവിധ ഫ്രസ്ട്രേഷൻസ് ഉള്ള പല ആളുകളും, ഈ സദാചാര ഗുണ്ടായ്സ് കാണിക്കുന്ന പല ആളുകളും, മനസ്സിനകത്ത് ദുഷ്ടത്തരം വെച്ചിട്ട് പുറത്ത് ഇളിച്ച് കാണിക്കുന്ന പല ആളുകളും, ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അനുമോളുടെ ഇതുപോലത്തെ കുലിശതങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അനുമോൾ കാണാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, പല തവണയായിട്ടുണ്ട്. അത് ബിഗ് ബോസിന് പുറത്തും ബിഗ് ബോസിനകത്തും. എന്തായാലും വീടിനകത്തും പുറത്തും ഒക്കെ അനുമോളുടെ ഈ ഒരു പ്രകസനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് അനുമോളെന്ന്. ഈ കാണിക്കുന്നതൊക്കെ ഫേക്കാണെന്നും കരച്ചിൽ ഡ്രാമയൊക്കെ വെറും ഫേക്കാണെന്നും അനുമോൾ എന്താണെന്നും അനുമോളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നും ലാലേട്ടനോട് കാണിച്ച ആ ഒരൊറ്റ പെരുമാറ്റത്തോട് കൂടി തന്നെ മനസ്സിലായി. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.